സച്ചിൻ ദാസ് മാത്സ് ട്യൂഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡിഗ്രി പ്രോഗ്രാമിംഗ് അതിലെ കോംപ്ലിമെൻ്ററി ആയിട്ട് മാത്സ് വരുന്ന സ്റ്റുഡൻസിന് അതിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഫസ്റ്റ് പാർട്ടാണ് ഈ വീഡിയോ. അപ്പോൾ കോംപ്ലിമെൻ്ററി കോഴ്സ് മാത്സ് വരുന്ന സ്റ്റുഡൻസ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ മാത്സ് വരുന്ന സ്റ്റുഡൻസിന് ഇന്ന് മുതൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമുക്ക് ആദ്യത്തെ ടോപ്പിക്ക് എന്ന് പറയുന്നത് എന്താണ്? ഡെറിവേറ്റീവ്സ് ആൻഡ് ലിമിറ്റ്സ് ആണ്. ഡെറിവേറ്റീവ്സ് ആൻഡ് ലിമിറ്റ്സിലെ ഇൻട്രൊഡക്ഷൻ ടു ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന സെക്ഷനാണ് ആദ്യം നമുക്ക് പഠിക്കാനുള്ളത്. ഇൻട്രൊഡക്ഷൻ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കൂ, മനസ്സിലാവാത്ത ചോദിച്ചാൽ മതി. ഇനി നമുക്ക് അതിൽ ഫസ്റ്റ് വണ്ണ് ഇൻട്രൊഡക്ഷനിൽ വേറൊന്നുമില്ല, പറയുന്നില്ല, വേറെന്താ, നമുക്ക് രണ്ട് രീതിയിൽ പറയാമെന്ന്. ഡെറിവേറ്റീവ്സിന് തന്നെ രണ്ട് രീതിയിൽ പറയാം. ഒന്ന് ഫിസിക്കൽ വേയും അല്ലെങ്കിൽ ജോമെട്രിക്കൽ വേയിലൊക്കെ പറയാൻ രീതി പറ്റും. പിന്നെ പ്രോബ്ലം ഫൈൻഡിങ് വെലോസിറ്റി മൂവിങ് ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്ന വെലോസിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫൈൻഡ് ചെയ്യാം. പിന്നെ സ്റ്റോപ്പ് ഓഫ് ടാൻജൻറ്റ് അതൊക്കെയാണ് ഇതിൽ കാണുന്നതെന്നൊക്കെയാണ് ഇൻട്രൊഡക്ഷനിൽ പറയുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് വരിക. ഇനി നമുക്ക് ആദ്യത്തെ ടോപ്പിക്ക് 1.1 നമുക്ക് ഡിസ്കസ് ചെയ്യാം. 1.1 വെലോസിറ്റി. എന്താണ് ഹെഡിങ്? വെലോസിറ്റിയാണ്. അപ്പോൾ വെലോസിറ്റി നമുക്ക് കണ്ടുപിടിക്കാം. വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ. നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നുണ്ട്. എങ്ങനെ? അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ, ഒരു സ്ട്രെയിറ്റ് ലൈനിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, മൂവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു പാർട്ടിക്കിൾ എവിടെ നിന്ന്? ഫിക്സ്ഡ് പോയിൻ്റ് ഓയിൽ നിന്ന്. ഒരു ഫിക്സ്ഡ് പോയിൻ്റ് ഓയിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നു. അപ്പോൾ അവിടെ സപ്പോസ് ചെയ്യാം ഒരു ഫങ്ഷൻ y = f(x) എന്ന് പറയുന്ന ഒരു ഫങ്ഷനാണ് അവിടെ ഉണ്ടാവുന്നുണ്ട്, ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ആ പൊസിഷനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സപ്പോസ് ചെയ്യാൻ പറ്റും, ഇല്ലേ? സപ്പോസ് ചെയ്തൂടെ? ഇനി നമുക്ക് ആ പാർട്ടിക്കിൾ അറ്റ് ടൈമിൽ, ഏത് ടൈമിലാണ്? x0 എന്ന് പറയുന്ന ടൈമിൽ പിയിലേക്ക് എത്തി എന്ന് പറയുന്നു. അതേപോലെ അതിന് മുമ്പ് 2 പോയിൻറ്റ്സ് ഉണ്ട്. ആ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത് 2 പോയിൻറ്റ്സിലൂടെയാണ്. ആദ്യത്തെ പോയിൻ്റ് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, സപ്പോസ് ചെയ്യാം. ആ പാസ് ചെയ്യുന്നത് 2 പോയിൻറ്റ്സ് ആണ്, പിയും ക്യൂവും. പി എന്ന് പറയുന്ന പോയിന്റിലേക്ക് എത്തിയപ്പോൾ x0 ആണ് അതിൻ്റെ ടൈം എന്ന് പറയുന്നത്. x0 ആണ് അതിൻ്റെ ടൈം. ഇനി അതേപോലെ തന്നെയാണ് നമുക്ക് അടുത്ത കാര്യം പറയാനുള്ളത്. അടുത്തത് എന്താണ്? ക്യൂവിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ ടൈം എന്ന് പറയുന്നത് അപ്പോൾ എന്തായിരിക്കും, x0 + λx ആയിരിക്കും എന്നുള്ളത് പറയാം. അപ്പം നമുക്ക് ഇതെങ്ങനെ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മുതൽ ഇതുവരെ ഉള്ളത് y0 ആണ്. ഇത് മുതൽ ഇതുവരെ ഉള്ളത് അപ്പോൾ എന്തായിരിക്കും, λy ആയിരിക്കും എന്നുള്ളത് ക്ലിയർ ആണല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ടൈം എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇത്ര ഡ്യൂറേഷൻ ഇവിടെയും പ്ലസ് ചെയ്യില്ലേ, അപ്പോൾ x0 + λx നമുക്ക് എഴുതാൻ പറ്റും. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് λy/λx ആണ്, വെച്ചാൽ എവറേജ് വെലോസിറ്റിയാണ്. ആദ്യം നമുക്ക് കണ്ടുപിടിക്കാം y എന്താണ്. അപ്പോൾ y എന്ന് പറയുന്ന ഒരു ഫങ്ഷനാണെന്ന് പറഞ്ഞു. അപ്പോൾ y0 എന്തായിരിക്കും? y0 = f(x0) എന്ന് നമുക്ക് പറയാൻ പറ്റും. പി എന്ന് പറയുന്ന പോയിന്റിലേക്ക് എത്തി. ഇനി അവിടെ നിന്ന് ക്യൂവിലേക്ക് എത്തണം അല്ലേ? ക്യൂവിലേക്ക് എത്തുന്ന പോയിന്റ് അപ്പോൾ എന്തായിരിക്കും, ഈ y0ൻ്റെ ഒപ്പം ഒരു λy കൂടി കൂട്ടി എഴുതുക. അപ്പോൾ f(x0 + λx) എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടും. ക്ലിയർ അല്ലേ? ഇനി എവറേജ് വെലോസിറ്റി. അടുത്തത് നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ഉദ്ദേശം അതാണ്, എവറേജ് വെലോസിറ്റി കാണണം. അതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാം. നമുക്കറിയുന്ന ഒരു കാര്യം തന്നെയാണ് λy എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ ഡിസ്റ്റൻസ് മൈനസ് ഇനീഷ്യൽ ഡിസ്റ്റൻസ് ആണ്. ഫൈനൽ ഡിസ്റ്റൻസ് എന്താണെന്നുള്ളത് നമുക്കറിയാം. ഏതുവരെ എത്തി? ക്യൂ ആണ്. ക്യൂവിൻ്റെ ഡിസ്റ്റൻസ് എന്താ? ക്യൂവിൻ്റെ ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കുക? y0 + λ അല്ലേ? y0 + λy ആണ് അതിൻ്റെ ഡിസ്റ്റൻസ് വരിക കേട്ടോ, ഫൈനൽ ഡിസ്റ്റൻസ് ആയിട്ട് വരിക. ഇനി എവിടുന്ന് തുടങ്ങിയ y0, അപ്പോൾ ഇത് രണ്ടും മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? λy കിട്ടും എന്നുള്ളത് ക്ലിയർ ആണ്, നമ്മൾ പഠിച്ച കാര്യമാണ്, നമുക്ക് അറിയുന്ന കാര്യമാണ്. എന്നാലും പറഞ്ഞു എന്ന് മാത്രം. എവറേജ് വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ f(x0 + λx - f(x0/λx). ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്
ശരിക്കും വെലോസിറ്റി എന്താണെന്നുള്ളതാണ്. വെലോസിറ്റി എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് അടുത്തത് ഡിസ്കസ് ചെയ്യേണ്ടത്. ഓക്കെ, അതിലേക്ക് പോകാം. Now let us define the velocity v of the particle at a time x naught. Since the velocity v refers to single instant, it is called instantaneous velocity. ഇനി എന്താണ് ഇൻസ്റ്റൻറ്റനിയസ് വെലോസിറ്റി? വെലോസിറ്റി എങ്ങനെ കാണുക, ഡിഫൈൻ ചെയ്യുക? ഒരു പാർട്ടിക്കിള് അതിൻ്റെ വെലോസിറ്റി, പാർട്ടിക്കിളിന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വെലോസിറ്റി അറ്റ് എ ടൈം എക്സ് നോട്ടിൽ അതെന്തായിരിക്കും, എങ്ങനെയായിരിക്കും? അതിന് ഒരു സിംഗിൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് എന്ത് ചെയ്യും, റെഫർ ചെയ്യും. ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? ഇൻസ്റ്റൻറ്റനിയസ് വെലോസിറ്റി. എന്ന് വെച്ചാൽ നമുക്ക് വേണ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞുതരാം. ഇൻസ്റ്റൻറ്റനിയസ് വെലോസിറ്റി എന്ന് പറയുന്നത് വി ആണ്. ഈ വി എന്ന് പറയുന്നത് എവറേജ് വെലോസിറ്റിയിലെ ലാംഡ എക്സ് എന്ന് പറയുന്നതിനെ നമ്മൾ എന്താക്കും, കൺസിഡർ ചെയ്യുള്ളൂ. ലാംഡ എക്സ് എന്താണെന്ന് നോക്കുക. ലാംഡ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, സഫീഷ്യൻ്റ്ലി സ്മോൾ അല്ലേ. ഇതെന്ന് പറയുന്നത് എന്തിലേക്ക് പോവാം, സീറോയിലേക്ക് കണ്ടു. അപ്പോൾ ലാംഡ എക്സ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് എന്താക്കുക, 0 എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ സീറോയിലേക്ക് പോകും എന്നുള്ളത് കൺസിഡർ ചെയ്യുക. സ്മോൾ അല്ലേ, അപ്പോൾ ലാംഡ എക്സ് അവിടെ ഇല്ലാണ്ടാക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, വി കിട്ടും. എവറേജ് വെലോസിറ്റി ലാംഡ എക്സിൻ്റെ പ്ലേസിൽ നമ്മൾ എന്ത് കൊടുക്കുക, 0 കൊടുക്കുക. നിയർലി 0 ആണല്ലോ, അടുത്തല്ലേ. അപ്പോൾ അത് ക്യാൻസലാകുന്ന രീതിയിൽ സോൾവ് ചെയ്യുക. ലാംഡ വൈ ബൈ ലാംഡ എക്സ് ചെയ്തിട്ട് ലാംഡ എക്സിൻ്റെ അവിടെ നമ്മൾ 0 കൊടുക്കുക. അപ്പോൾ ലാംഡ എക്സ് പോവും. ബാക്കി വരുന്നതാണ് എന്ത്, വി എന്ന് പറയുന്നത്. ഇൻസ്റ്റൻറ്റനിയസ് വെലോസിറ്റിയിലെ ലാംഡ എക്സ് എന്ന് പറയുന്നത് സ്മോളാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, വി കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ അത് ക്ലിയർ ആവും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. നമുക്ക് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. പ്രോബ്ലം 1 ആണ്. ലെറ്റ് y = 3x² + x represent the distance a bus has travelled in meter after x seconds. Find lambda y and the average velocity during the time interval lambda x for the following situations. നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട് അല്ലേ, നമ്മളൊരു ഫംഗ്ഷൻ എഴുതില്ലേ അല്ലേ, y = f(x) എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ഇതിലെ ഡിസ്റ്റൻസ്, ഒരു ബസ് ട്രാവൽ ചെയ്തൊരു ഡിസ്റ്റൻസ് എന്തില്ലേ, മീറ്ററിലാണ്. ആഫ്റ്റർ എക്സ് സെക്കൻഡിൽ എത്രയോ, എക്സ് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡിലാണെന്നൊന്നും അറിയില്ല. അപ്പോൾ എക്സ് സെക്കൻഡ് എന്ന് കൊടുത്തു. ഫൈൻഡ് ലാംഡ വൈ, നമുക്ക് ലാംഡ വൈ കണ്ടുപിടിക്കണം. ദി എവറേജ് വെലോസിറ്റി ഡ്യൂറിങ് ദി ടൈം ഇൻ്റർവൽ ലാംഡ എക്സ് എന്ന് പറയുന്നത് ഈ സിറ്റുവേഷനിൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. ആദ്യം എക്സ് നോട്ടും ലാംഡ എക്സും നമുക്ക് അവർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ എക്സ് നോട്ടും ലാംഡ എക്സും അടുത്തത് വീണ്ടും നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെ 2 ക്വസ്റ്റ്യനാണ് നമുക്ക് തന്നിരിക്കുന്നത്. രണ്ടും നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്താൽ മനസ്സിലാവായികയൊന്നുമില്ല, എന്നാലും 2 ക്വസ്റ്റ്യൻ നമുക്ക് സോൾവ് ചെയ്യാം. y = f(x) = 3x + x എന്ന് പറയുന്നത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഇനി ആദ്യം എക്സ് നോട്ട് നമുക്ക് അറിയാം, അതുപോലെ തന്നെ ലാംഡ എക്സ് നമുക്ക് അറിയാം. ലാംഡ എക്സ് = 0.5 ആണ്, നമുക്ക് അറിയുന്ന കാര്യമാണ്. അത് നമ്മൾ എന്ത് ചെയ്യണം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം f(x) ചെയ്യാം, കാരണം നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ലാംഡ y = y0 + ലാംഡ y - y0 എന്നാണ്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, y0 കണ്ടുപിടിക്കണം. y0 = f(x0) ആണ്. അപ്പോൾ 3x0 + x0 = 3 × x. എക്സ് എത്രയാ 2 ആണ്. എക്സ് നോട്ട് എന്ന് പറയുന്നില്ല, എക്സ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. 2 ആണ്. പ്ലസ് അവിടെയും എക്സ് ഉണ്ട് അല്ലേ, 2² വരും +2. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് ആൻസർ 40 എന്ന് കിട്ടും. അതുപോലെ y + ലാംഡ y ചെയ്യുമ്പോൾ f(x0 + y0 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, f(2 + 0.5 = ഇത് രണ്ടും കൂടി സം ചെയ്താൽ നമുക്ക് 2.5 കിട്ടും. അപ്പോൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് 2.5 കിട്ടും. എക്സിൻ്റെ പ്ലേസിൽ നമ്മൾ 2.5 കൊടുക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് 21.25 നമുക്ക് കിട്ടും മീറ്റർ. ഇനി ലാംഡ വൈ കണ്ടുപിടിക്കണം. ലാംഡ വൈ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എഴുതി നമുക്ക് y0 + ലാംഡ വൈ എന്ന് കിട്ടിയപ്പോൾ 21.25 കിട്ടിയിട്ടുണ്ട്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. y നമുക്ക് കിട്ടിയത് 14 കിട്ടിയിട്ടുണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ആൻസർ 7.25 എന്ന് പറയുന്നത് കിട്ടും. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എവറേജ് വെലോസിറ്റിയാണ്. എവറേജ് വെലോസിറ്റിയുടെ ഇക്വേഷൻ എഴുതി വയ്ക്കുക, ലാംഡ വൈ ബൈ ലാംഡ എക്സ് എന്നാണ്. ലാംഡ എക്സ് നമുക്കറിയാം, ലാംഡ വൈ നമുക്കറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, സോൾവ് ചെയ്യുക, ആൻസർ കിട്ടും.
നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് സോൾവ് ചെയ്യാം. ഓക്കെ, ബി ക്വസ്റ്റ്യൻ. വൈ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതിൽ എക്സ് നോട്ടും ലാംഡ എക്സും നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ ഇല്ലേ. അത് നമ്മൾ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. നമുക്ക് എക്സ് നോട്ട് 2ഉം ലാംഡ എക്സ് 0.01 ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അതൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ y = f of x naught = എന്താണ് ഇക്വേഷൻ? അതിൽ എക്സിൻ്റെ പ്ലേസിൽ നമുക്ക് 2 കൊടുക്കുക. കാരണം എക്സ് എന്ന് പറയുന്നത് 2 ആണല്ലോ, കൊടുക്കുക. ഇനി നമ്മൾ ലാംഡ എക്സിൻ്റെ പ്ലേസിൽ 0.1 കൊടുക്കുക കേട്ടോ. ലാംഡ എക്സിൻ്റെ പ്ലേസിൽ 0.01 കൊടുക്കുക കേട്ടോ. 0.1 അല്ല, 0.01 അല്ലേ നമുക്ക് തന്നിരിക്കുന്നത്. എന്താണോ എന്നത് അത് എഴുതാം. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് ലാംഡ വൈ എഴുതുക. ലാംഡ വൈയുടെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് നമുക്ക് എന്താണോ കിട്ടിയത് അത് അവിടെ കൊടുക്കുക. നമുക്ക് y0 + ലാംഡ വൈ എന്ന് പറഞ്ഞിട്ട് നമുക്ക് 14.1303 അല്ലേ കിട്ടിയത്, മൈനസ് ഇനി അതുപോലെ y എന്ന് പറയണത് 14 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, സോൾവ് ചെയ്യുക. അപ്പോൾ 0.1303 കിട്ടും മീറ്ററിലല്ലേ. ഇനി ആവറേജ് വെലോസിറ്റി നമുക്കറിയാം. ആവറേജ് വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ ലാംഡ വൈ ബൈ ലാംഡ എക്സ് ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് ലാംഡ വൈയും ലാംഡ എക്സും കിട്ടിയതാണ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. 13.03 കിട്ടുന്നില്ലേ നോക്കുക. നമുക്ക് അടുത്തൊരു പ്രോബ്ലം നോക്കാം. ലെറ്റ് y = x² + 3x നമുക്ക് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ആണ്. അതിൽ നമുക്ക് തന്നിരിക്കുന്നതിൽ ഒരു ബസ് ട്രാവൽ ചെയ്തിട്ടുള്ള ഡിസ്റ്റൻസ് മീറ്ററിലാണ് കാണുക. അതിന് സെക്കൻഡിൽ ആഫ്റ്റർ എക്സ് സെക്കൻഡ്, എത്ര സെക്കൻഡ് ആണെന്നൊന്നും അറിയില്ല, എക്സ് സെക്കൻഡിലാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പിന്നെന്താ ഉണ്ട്, ഫൈൻഡ് ദി ഇൻസ്റ്റൻറ്റനിയസ് വെലോസിറ്റി. ഇൻസ്റ്റൻറ്റനിയസ് വെലോസിറ്റി നമുക്ക് കണ്ടുപിടിക്കണം. അറ്റ് എ ടൈം x0 = 4 സെക്കൻഡ്. 4 സെക്കൻഡിലുള്ള എന്ത് കണ്ടുപിടിക്കണം? ഇൻസ്റ്റൻറ്റനിയസ് വെലോസിറ്റി കണ്ടുപിടിക്കണം. ഇക്വേഷനൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്. അതിലാകെ നമുക്ക് x0 മാത്രമേ തന്നിട്ടുള്ളൂ. കഴിഞ്ഞ പ്രോബ്ലം 1 നമുക്ക് ലാംഡ എക്സും കൂടിയും തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എളുപ്പമായിട്ട് പെട്ടെന്ന് ചെയ്തു. ഇനി ഇതും അത് എളുപ്പം തന്നെയാണ്, നിങ്ങൾക്കൊന്ന് കുറച്ച് ശ്രദ്ധിക്കണം. ഇതേപോലത്തെ ഒരു പ്രോബ്ലം ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. y = x f of x0 = x0² + 3x നമുക്ക് എഴുതാൻ പറ്റും. എക്സ് എന്താ നമുക്കറിയാം, 4 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു, 28 എന്ന് കിട്ടി. ഓക്കെ, എക്സിൻ്റെ പ്ലേസിൽ 4 എന്ന് കൊടുത്തു. അത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇനി അടുത്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, കാരണം ഇക്വേഷൻ എന്താണെന്ന് നമുക്ക് അറിയുന്ന കാര്യമാണല്ലേ, ലാംഡ വൈ എന്താണെന്ന്. അപ്പോൾ ഇക്വേഷനിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? അത് ഇക്വേഷനിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് f of x0 + ലാംഡ വൈ ചെയ്യണം, ലാംഡ എക്സ് ചെയ്യണം. x0 നമുക്ക് 4 ആണെന്നറിയാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണു. എക്സിൻ്റെ പ്ലേസിലൊക്കെ 4 കൊടുക്കണമില്ല, ബാക്കിയുള്ളതൊക്കെ ലാംഡ തന്നെ. അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് എന്ത് ഇക്വേഷനാ, 4 + ലാംഡ x² x² നമുക്ക് a + b² എന്നുള്ള ഇക്വേഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് സോൾവ് ചെയ്യാം. ഓക്കെ, അത് അറിയുന്ന കാര്യമല്ലേ. ഓക്കെ, നമുക്ക് അതിൻ്റെ ആൻസർ എന്താണെന്നുള്ളത് ഇവിടെ ഞാൻ കൊടുത്തു. ഇനി f of 4 എന്താ, 28 ആണ്, അതും കൊടുത്തു. നമുക്ക് ലാസ്റ്റ് ആൻസർ ലാംഡ എക്സ് 11 ലാംഡ എക്സ് + ലാംഡ x² എന്ന് കിട്ടി. ഇനി എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എവറേജ് വെലോസിറ്റി കാണണം. എവറേജ് വെലോസിറ്റി കാണുന്നതിനെ ലാംഡ വൈ നമ്മൾ കണ്ടുപിടിച്ചു, അതതിൽ കൊടുത്തു. ലാംഡ എക്സ് എന്താണ്, അതതിൽ കൊടുത്തു. ലാംഡ എക്സ് നമുക്ക് അറിയത്തില്ല, ലാംഡ എക്സ് തന്നെ. ഇതിൽ രണ്ടിലും അതിൽ ലാംഡ എക്സ് ഉണ്ട്. കോമൺ ആയിട്ട് എടുത്താൽ ഡിവിഷനായി നമുക്ക് 2 ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ എല്ലാ ടേംസിൽ നിന്നും പോവും. ബാക്കി 11 + ലാംഡ എക്സ് ആണ്. നമ്മൾ ഇൻസ്റ്റൻറ്റനിയസ് വെലോസിറ്റി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏവറേജ് വെലോസിറ്റി നമ്മൾ കണ്ടു. ഇൻസ്റ്റൻറ്റനിയസ് വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം, ഡെഫിനിഷൻ നമ്മൾ പഠിച്ചതാണ്. എന്താ, ലാംഡ എക്സിൻ്റെ പ്ലേസ് എന്തായിട്ട് വരും, അപ്രോച്ചസ് ടു 0 ആണ്. ലാംഡ എക്സ് എന്ന് പറയുന്നത് എവിടേക്ക് അപ്രോച്ച് ചെയ്യും, 0ലേക്ക് അപ്രോച്ച് ചെയ്യും അല്ലേ. ഓക്കെ, അപ്പോൾ 11 + ലാംഡ എക്സ് എന്ന് പറയുന്നത് ബിക്കംസ് 11 ആയിട്ട് വരും. എന്ന് വെച്ചാൽ ഇത് എന്തിലേക്ക് അപ്രോച്ച് ചെയ്യുന്നുണ്ട്, 0ലേക്ക് അപ്രോച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ 11 + 0 11 എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ആൻസർ എവറേജ് വെലോസിറ്റി, ഇൻസ്റ്റൻറ്റനിയസ് വെലോസിറ്റി എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും, 11 ആണെന്ന് കിട്ടും. അത്രയേ ഉള്ളൂ. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്ലിയർ ആയിരുന്നല്ലോ, ആൻസർ കിട്ടിയില്ലേ, അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം. ഓക്കെ, ഇൻസ്റ്റൻറ്റനിയസ് വെലോസിറ്റി അറ്റ് x0 നമുക്ക് പറഞ്ഞിട്ട് ഈ ആൻസർ എന്താണെന്നുള്ളത് എഴുതി വയ്ക്കാം. ഇനി നമുക്ക് അടുത്ത പ്രോബ്ലത്തേക്ക് പോവാം. പ്രോബ്ലം 3ലേക്ക് പോവാം.
y equal to x naught 10x represent the distance a bus has traveled in meter after x seconds. Find the instantaneous velocity at an arbitrary time x naught. At what the time the instantaneous velocity 10 meter per second. നമുക്ക് ആദ്യം ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഡിസ്റ്റൻസ് എന്താണ് ട്രാവൽ ചെയ്ത മീറ്ററിലാണ് കാണിച്ചിരിക്കുന്നത്, എക്സ് സെക്കൻഡിൽ തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇൻസ്റ്റൻറ്റനസ് വെലോസിറ്റി കണ്ടുപിടിക്കണം. ആർബിറ്റർലി ടൈം എക്സ് നോട്ട്. നമുക്ക് എക്സ് നോട്ട് തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് എക്സ് നോട്ടിൻ്റെ പ്ലേസിൽ എക്സ് നോട്ടും ലാംഡ എക്സിൻ്റെ പ്ലേസിൽ ലാംഡ എക്സ് തന്നെ കൊടുത്തിട്ട് നമ്മൾ സോൾവ് ചെയ്യണു. അപ്പോൾ അങ്ങനെ സോൾവ് ചെയ്തപ്പോൾ ലാംഡ എക്സ് പ്ലസ് 2x0 പ്ലസ് 10 എന്ന് കിട്ടി. എന്തോന്ന്? ലാംഡ വൈ ബൈ ലാംഡ എക്സ്. ഓക്കെ, സെപ്പറേറ്റ് ചെയ്യാം. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട്, എന്ത് പഠിച്ചു? ഇൻസ്റ്റൻറ്റനസ് വെലോസിറ്റി കാണാൻ വേണ്ടിയിട്ട് ലാംഡ എക്സ് എന്ന് പറയുന്നത് സ്മോളാണ്, വെരി സ്മോളാണ്. ലാംഡ എക്സ് എന്ന് പറയുന്നത് അപ്രോച്ചസ് ടു 0 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതങ്ങനെ ചെയ്തു വയ്ക്കുക. ഇനി ബി ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമുക്ക് ലാംഡ എക്സിനടുത്ത് എന്ത് കൊടുക്കാം? 0 കൊടുക്കാം. അപ്പോൾ ലാംഡ എക്സ് പോവും. ബാക്കി നമുക്ക് കിട്ടുക 2x0 പ്ലസ് 10 എന്നാണ് അതിൻ്റെ ആൻസർ കിട്ടുക. ഇനി നമുക്ക് ഇതിൽ ബി ക്വസ്റ്റ്യനും കൂടി പറയുന്നുണ്ട്. അറ്റ് വാട്ട് ടൈം ഇൻസ്റ്റൻറ്റനസ് വെലോസിറ്റി 10. ഇൻസ്റ്റൻറ്റനസ് വെലോസിറ്റി നമുക്ക് അവർ തന്നു 10 ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ ടൈം? വാട്ട് ടൈമില്ല 10. ഓക്കെ, 10 ആകുമ്പോൾ അപ്പോൾ നമ്മൾ ഇൻസ്റ്റൻറ്റനസ് വെലോസിറ്റി 2x പ്ലസ് 10 ആണെന്ന് പറഞ്ഞു. അപ്പോൾ x0 അല്ലേ 10 ടൈം. അപ്പോൾ x0 കണ്ടുപിടിച്ചാൽ പോരെ. അപ്പോൾ ഇതെന്തിനോട് ഈക്വലാ? 10നോട് ഈക്വലാന്ന് പറയാം. അപ്പോൾ x0 എന്ന് പറയുന്നത് 0 എന്ന് കിട്ടും. അപ്പോൾ 0 സെക്കൻഡിലാണ് അതിൻ്റെ ടൈം, സ്റ്റാർട്ടിങ് പോയിൻ്റ് ആണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? പറയാൻ പറ്റി. അപ്പോൾ x0 എന്ന് പറയുന്നത് 0 സെക്കൻഡാണ്. അതാണ് ചോദിച്ചത്. നിങ്ങൾക്കത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ ഒരു പ്രോബ്ലംസ് നിങ്ങൾ ചെയ്തു നോക്കുക തന്നെ വേണം. എക്സസൈസുകളുണ്ട്, നമുക്ക് അടുത്ത ദിവസം എക്സസൈസൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾക്ക് ടെസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് എക്സസൈസുകളൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് വരാം.